ശ്രീ എം വിജിൻ ഇതിപ്പോ സാധാരണ നിലയിൽ UDF സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ SFIക്കും DYFIക്കും ഒക്കെ സമരം ചെയ്യായിരുന്നു. ഇതിപ്പോ LDF സർക്കാർ ഒപ്പിട്ട കാര്യം UDF തുടർന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് സമരം ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ എതിർക്കാൻ പറ്റുമോ? അണികൾ ഞാൻ നേരത്തെ UDFനോട് ചോദിച്ചതുപോലെ LDFന്റെ കാര്യത്തിലും ബുദ്ധിയും ബോധവും വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ ഉള്ള ആളുകളല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു സഖാവെ നമ്മൾ ഒപ്പിട്ടതെന്ന് തിരിച്ചു ചോദിക്കില്ലേ? ശ്രീ അഭിലാഷ്, ഞാനതിൽ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. LDF ഗവൺമെൻറ് ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ച് 30 ദിവസങ്ങൾ തീരുന്നതിന് മുന്നേ തീർച്ചയായും LDFനകത്ത് ചർച്ച ചെയ്തു. നിങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുവന്ന ഭാഗങ്ങളുണ്ട്. അത് ഗൗരവമായിട്ട് പരിശോധിച്ച് ആ MOUന്ന് പിന്തിരിഞ്ഞെന്നേ, മരവിപ്പിച്ചെന്നേ. പിന്നീട് അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയുമില്ല, ഒരു സ്കൂളും ഇല്ല, ഒരു PM ശ്രീയുമില്ല, 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നേ. അവിടെ നിൽക്കുകയല്ലേ, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടൊരു വിഷയമല്ലേ. ഇവിടെ എന്തിനാ, ഇവിടെ ശ്രീ റിജിൽ മാക്കുറ്റി ആയാലും ഇവിടെ നജാഫ് ആയാലും എന്തിനാണ് മാധ്യമങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കുന്നത്? അവിടെ അവസാനിപ്പിച്ചൊരു വിഷയമല്ലേ. ഞങ്ങൾ സമ്മതിക്കാണ്, ഞങ്ങൾ ഈ ചർച്ചയിൽ വന്നിട്ട് ഞങ്ങൾ ഒപ്പിടാത്തവരാണ്, ഞങ്ങൾ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പുവെച്ചപ്പോൾ LDF ഉൾപ്പെടെ ഗൗരവമായ ചർച്ച ചെയ്തു. ഇനി നിങ്ങൾ ഉൾപ്പെടെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു, ശരി തന്നെ. പക്ഷെ ഒപ്പുവെക്കേണ്ടി വന്ന സാഹചര്യം PM ശ്രീ നടപ്പിലാക്കാനല്ല എന്നുള്ളത് വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. അത് SSK ഫണ്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ്. അവിടെ നിൽക്കട്ടെ, ഞാനത് അതിലേക്ക് പോകുന്നില്ല. ആ MOU എന്നത് അവിടെ തന്നെ അവസാനിപ്പിച്ചതാണെന്നേ. 2025 നവംബർ 12 ഞാനിവിടെ ചോദിക്കുന്നത്, ഇവരാരെയാണ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ട്? ഇതൊരു MOU ആണ്. എന്താ MOU? ഈ കേരളത്തിലെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്താണ് MOU. 2 വ്യക്തികൾ തമ്മിൽ, 2 സ്ഥാപനങ്ങൾ തമ്മിൽ, 2 ഗവൺമെന്റുകൾ തമ്മിൽ, ഒരു വ്യക്തിയും ഒരു സ്ഥാപനവും തമ്മിൽ ഒപ്പുവെക്കുന്ന ഒരു അഗ്രിമെന്റ് ഉള്ള ഇവർ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ക്യാപ്സ്യൂൾ പോലെ തലയിൽ മുണ്ടിട്ട് ഒരു MOU അല്ല, ഒരു ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒപ്പുവെക്കുമ്പോൾ തലയിൽ മുണ്ടിട്ടാണോ? ഇതൊക്കെ നിങ്ങൾ വാട്സപ്പിൽ പ്രചരിപ്പിച്ചോളൂ, അത് നിങ്ങൾ ഇവിടെ പറയല്ല. ആ MOUവിനെ പൂർണ്ണമായും കൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഒരു ഘട്ടത്തിൽ ഇത് മറന്നുപോയത്. എല്ലാവരെയും കവളിപ്പിച്ച് ഒപ്പിട്ടത് ഒപ്പിട്ടത് പുറത്തറിഞ്ഞില്ല, കൂടെയുള്ള CPI അറിഞ്ഞില്ല. അതൊരു പ്രയോഗമായി എടുത്താൽ മതി. അറിയിക്കാതെ ഒപ്പിട്ടു. അതിപ്പോ തലയിൽ മുണ്ടിട്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ തലയിൽ മുണ്ടെടുത്തിട്ട് പോയി എന്നുള്ളത് അതൊരു ഭാഷാ ശൈലിയാണല്ലോ. ഇവിടെ ഞാനൊരു ഭാഗം പറയട്ടെ ശ്രീ അഭിലാഷ്. ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താ? ഇവ മന്ത്രിമാരുടെ സമിതി ഉണ്ടാക്കിയിട്ട് ഇവർ പഠിച്ച് ഇന്ന് ശ്രീ K മുരളീധരന്റെ അങ്ങ് എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ നിയമസഭയിൽ പരിശീലനത്തിലായിട്ട് ഞാൻ വിളിച്ച ശ്രീ K മുരളീധരന്റെ ഒരു ബൈറ്റ് ഞാനിന്ന് 2 തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടു. അതിൽ അദ്ദേഹം തറപ്പിച്ച് പറയാണ്, ഇത് മന്ത്രിസഭയെടുത്ത തീരുമാനമാണ്, ഞാനതിന്റെ ഭാഗമാണ്, ഇത് മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ ഇന്നലത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, ശ്രീ VD സതീശന്റെ പത്രസമ്മേളനം, ഞാൻ അതും 3 4 തവണ കേട്ടുവന്നേ. ആ കേട്ട എനിക്ക് മനസ്സിലായത്, എനിക്ക് മാത്രമല്ല കേരളത്തിൽ ചിന്തിക്കുന്നവർക്കെല്ലാം മനസ്സിലായത് ഇതുമായി മുന്നോട്ട് പോകാനാണ്. എന്താ താല്പര്യം? അവിടെയാണ് നേരത്തെ ഞങ്ങൾക്കെതിരായി ഇല്ലാത്ത നുണകൾ പറഞ്ഞ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഡീല് പറഞ്ഞവരോട് ഞങ്ങൾ ശ്രീ റിജിൽ മാക്കുറ്റി അങ്ങ് പറഞ്ഞു 26 ദിവസമായിട്ടുള്ള ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ RSSുമായി ഉണ്ടാക്കിയ ഡീൽ എന്തൊക്കെയാ? വന്ദേ മാതരം മുഴുവൻ പാടി സത്യപ്രതിജ്ഞയിൽ, നിയമസഭയിൽ ആദ്യമായി പാടി, ഇലക്ഷൻ കമ്മീഷനെ സെക്രട്ടറിയായി BJPയുടെ സീല് വെച്ച് അയച്ച ആളാണ്, സെക്രട്ടറിയാക്കി നിയമിച്ചു. വൈസ് ചാൻസലർ നിയമനം, എൻ്റെ കൂടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്ന RSSന്റെ ഒരു നേതാവിനെയാണ് MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നിർമ്മിച്ചത്. എന്താ നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്? ഞങ്ങൾ ഗവർണറുമായി തർക്കത്തിലില്ല. 17 പേരെയാണ് സെനറ്റിലേക്ക് BJPക്കാരൻ നോമിനേറ്റ് ചെയ്തത്. യോഗിയുടെ ഭരണം ഇവിടെ പറഞ്ഞല്ലോ, യോഗിയുടെ ഭരണം അതിഗംഭീരമാണ്. ഇഷ്ടപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാക്കി. നല്ലത്. ബന്ധു നിയമനം, അമ്പലക്കള്ളന്റെ വക്കീല് അല്ലേ, അമ്പലക്കള്ളന്റെ വക്കീലിനല്ലേ നിങ്ങൾ പിടിച്ചിട്ട് അതേ ദേവസ്വത്തിന്റെ വക്കീലായിട്ട് നിയമിച്ചത്? മംഗലാപുര സന്ദർശനവും ഡീലും ഇതൊക്കെ നയിക്കുന്നത് RSSുമായിട്ടുള്ള നിങ്ങളുടെ കൃത്യമായ ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മോദി ഗവൺമെന്റ് തോൽപ്പിക്കാൻ പറ്റില്ല, RSSന് തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് LDF സർക്കാർ മരവിപ്പിച്ച ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി അത് നടപ്പിലാക്കാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പോയിട്ടില്ലേ? ചായ കുടിക്കാൻ പോയിട്ടില്ലേ? പോയി ചായ കുടിച്ചിട്ടില്ലേ?
എല്ലാ വിഷയങ്ങളും തർക്കം വേണ്ട. രണ്ടുപേരും തർക്കം വേണ്ട. ശരി ശരി ശരി, രണ്ടുപേരുടെ അവസരം കഴിഞ്ഞു. ശരി 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 ശരി, അത് കഴിഞ്ഞു. ശ്രീ